ഹായ് വെൽക്കം ടു നിൻസ് ക്രിയേറ്റീവ് ടൈം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ബേബി ഫ്രോക്കിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മൾ ഇതുപോലെയുള്ള പാർട്ടി വെയേഴ്സ് ബേബിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ്. അപ്പോൾ എല്ലാ ആക്സസറീസും നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടാൻ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കിൻ്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ബേബിക്ക് വേണ്ട ഹെഡ് ബാൻഡ്, പിന്നെ ഗ്ലൗസ്. നമ്മളിവിടെ ചെയ്യണത് ഫിംഗർലെസ് ഗ്ലൗസ് ആണ്. അപ്പോൾ അതാവുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഷൂസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മാച്ചിങ് ആയിട്ട് ബേബി ഫ്രോക്കിന് മാച്ചിങ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഫാസിനേറ്റേഴ്സ് മിനി ഹാറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതുപോലൊരു പീസ് നെറ്റ് ഫാബ്രിക് എടുക്കുക, വൈറ്റ്. പിന്നെ 2 ചെറിയ പീസ് കളർ നെറ്റ് ഫാബ്രിക് പീസ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഫ്ലവർ. ഇവിടെ നമ്മൾ റോസ് ഫ്ലവർ ബേബി ഫ്രോക്കിൽ ചെയ്ത ആ സെയിം രീതിയിൽ ചെയ്തെടുത്ത റോസ് ഫ്ലവറാണ്. പിന്നെ വേണ്ടത് ബീഡ് സ്ട്രിങ്സ് ആണ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണം നിർബന്ധമില്ല. വെച്ചാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ വൈറ്റ് സ്മോൾ ബീഡ്സ് വേണം. പിന്നെ ഫാബ്രിക് ഗ്ലൂ. നെക്സ്റ്റ് ഇനി ഈ വൈറ്റ് ഫാബ്രിക് പീസ് എടുത്തിട്ട് നമുക്കതിൽ ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുക്കണം. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ലെങ്ത്ത് എത്രയാണോ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് പ്ലേറ്റ്സിൻ്റെ എണ്ണം കൂടും. പിന്നെ വിഡ്ത്ത് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ അതൊന്ന് സൂചി നൂലും വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കുക. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നെക്സ്റ്റ് നമുക്ക് ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ വൈറ്റ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫാബ്രിക്കിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സെൻറ്റർ പോർഷനിൽ ഒട്ടിക്കണമെന്നില്ല, ഒരു ഹാഫ് വരെ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. സെൻറ്ററിൽ നമുക്ക് ഇനി ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ബീഡ്സ് ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. ഇനി നമുക്ക് ഈ റോസ് ഫ്ലവറും പിന്നെ നെറ്റിൻ്റെ പീസസും ബീഡ് സ്ട്രിങ്ങും കൂടിയിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ചെറിയ നെറ്റ് പീസസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചെറിയ പ്ലേറ്റ്സ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇത് നമുക്ക് റോസ് ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് പോർഷനിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് തുന്നിയെടുക്കുകയോ ഒട്ടിച്ചെടുക്കുകയോ ചെയ്യാം. ഇതുപോലെ തന്നെ നെക്സ്റ്റ് പീസിലും പ്ലേറ്റ്സ് എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് മുൻപ് സെറ്റ് ചെയ്ത ആ ഒരു നെറ്റ് പീസിൻ്റെ അടുത്ത് തന്നെ ഇതും വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇനി ഈ ബീഡ്സിൻ്റെ സ്ട്രിങ്സ് നമുക്ക് ഈ റോസ് ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബീഡ് സ്ട്രിങ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ ബീഡ്സ് എടുത്തിട്ട് ഈ പെറ്റൽസിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. നെക്സ്റ്റ് ഇനി ഇതുപോലെ തിന്നായിട്ടുള്ള വൈറ്റ് സാറ്റിൻ റിബൺ എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഫ്ലവർ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ 3 പീസസും കൂടി നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് തുന്നിയെടുക്കുകയോ ഒട്ടിച്ചെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം ഇനി നമുക്കൊരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കോട്ടൺ ഫാബ്രിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഈ ഒരു ഫാസിനേറ്റേഴ്സ് ഹാറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഹെഡ് ബാൻഡിലോ അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പിലോ ഒട്ടിച്ചു കൊടുക്കാം. ഹെഡ് ബാൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. ഇനി ഹെഡ് ബാൻഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് പോർഷനിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഹെയർ ക്ലിപ്പിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കുള്ള മിനി ഫാസിനേറ്റേഴ്സ് ഹാറ്റിൻ്റെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള ഒരു ഫാസിനേറ്റേഴ്സ് ഹാറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബേബിക്ക് ഫിംഗർലെസ് ഗ്ലൗസ് ആണ്. അപ്പോൾ അത് നെറ്റിൽ ചെയ്യണതുകൊണ്ട് നമ്മൾ അതിന് മുന്നായിട്ട് ഒരു ചെറിയ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേബിയുടെ കൈയുടെ പുറത്ത് നമ്മൾ ഈ പേപ്പർ പീസ് ഒന്ന് വെച്ചിട്ട് ആ ഒരു സൈഡ് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പോർഷനിലും കൂടി നമ്മളതൊന്ന് കുറച്ച് കയറ്റി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇനി നെറ്റ് ഫാബ്രിക് പീസ് എടുത്ത് ആ പാറ്റേണിൻ്റെ മേലെ വെച്ചതിന് ശേഷം ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ വൈറ്റ് കളർ നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വൈറ്റ് ലേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബോർഡറിലൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ലേസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും തിന്നായിട്ടുള്ള ലേസ് എടുക്കുകയാണെങ്കിലാണ് കുട്ടികൾക്ക് കുറച്ച് ക്യൂട്ടായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ലേസിൻ്റെ സൈഡ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ഈ ഒരു നെറ്റ് പീസിൻ്റെ ഈ രണ്ട് പോർഷനിലാണ് നമ്മൾ ലേസ് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഇതുപോലെ സൂചി നൂലെടുത്ത് കോർത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റത്ത് ഒരു നോട്ട് ഇടുക. എന്നിട്ട് ഈ ഒരു ലേസ് പീസിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് തുന്നിയെടുക്കുക. വീണ്ടും ബാക്ക് സൈഡിലേക്ക് തുന്നിയെടുത്തതിന് ശേഷം ബീഡ്സ് ഇതിൽ കോർത്തെടുക്കണം. പിന്നെ നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബേബിയുടെ മിഡിൽ ഫിംഗറിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കോർത്തെടുക്കാൻ. നമ്മളത് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാൻ. ഇത്രയും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഷേപ്പാണ് നമ്മുടെ ഗ്ലൗസിന് ഉണ്ടാവുക. നെക്സ്റ്റ് ഇനി ഈ ഗ്ലൗസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് നെറ്റ് ഫാബ്രിക് എടുക്കുക. പിന്നെ വേണ്ടത് സാറ്റിൻ റിബണിൻ്റെ ഒരു ചെറിയ പീസാണ്. ഇനി നമുക്ക് ഈ നെറ്റ് പീസിൽ ചെറിയ പ്ലേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് ടൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സാറ്റിൻ റിബൺ പീസ് കൊണ്ട് നമുക്ക് ഒരു ബോ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം ഈ ഒരു ചെറിയ ബോ നമുക്ക് നെറ്റ് പീസിൻ്റെ സെൻറ്ററിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബോർഡ് സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു ബീഡ്സിൻ്റെ റിങ് നമ്മൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് സെറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് ഗ്ലൗസിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഫൈനലി ഇനി നമുക്ക് വേണ്ടത് ഹുക്ക് ആൻഡ് ലൂപ്പ് ടേപ്പാണ്. ഇവിടെ നമ്മുടെ ഗ്ലൗസ് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് വൈറ്റ് കളർ ടേപ്പ് എടുത്തത്. ഇനി അത് നമ്മളൊരു ചെറിയ പീസ് നമുക്ക് വേണ്ടു. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ രണ്ട് പോർഷനിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കുക. കാരണം ഒരു സൈഡിൽ ഇന്നർ പോർഷനിലും ഒരു സൈഡിൽ ഔട്ടർ പോർഷനിലായിരിക്കും ഇത് സെറ്റ് ചെയ്യേണ്ടി വരിക. പിന്നെ ഈ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു പോർഷനിലും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത പീസും ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇനി നമുക്ക് ബേബിയുടെ ഷൂസിൽ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ഷൂസാണ്. ഇവിടെ നമ്മൾ ഇതുപോലെ ചെറിയൊരു നെറ്റ് ഫാബ്രിക് പീസും സാറ്റിൻ ഫാബ്രിക് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെറ്റ് പീസ് എടുക്കുമ്പോൾ സാറ്റിൻ ഫാബ്രിക് പീസിനെക്കാട്ടും കുറച്ച് ലെങ്തി ആയിട്ട് വേണം എടുക്കാനായിട്ട്.
അതിനുശേഷം ഇനി ഈ ഒരു സാറ്റിൻ ഫാബ്രിക് പീസിൻ്റെ 4 വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. നൂലൊന്നും പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു 2 ഫാബ്രിക് പീസസിലും നമുക്ക് ചെറിയ പ്ലേറ്റ്സ് എടുക്കണം. ഇനി നമുക്ക് ഈ 2 പീസസും കൂടി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ടൈ ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ ഈ 2 പീസും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ടൈ ചെയ്തതിന് ശേഷം ഒരുമിച്ച് വെച്ച് ടൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ടൈ ചെയ്താലും മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡ് സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും ഷെല്ലോ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഈ ഷൂസിൽ സൈഡ് പോർഷനിലായിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെയാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബോ വേണമെങ്കിൽ ഷൂസിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഏതായാലും സൈഡിലുള്ള ഈ ഒരു പിന്നെടുത്തിട്ട് ബോ അതിൻ്റെ കൂടെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണോ ഏതെങ്കിലും വേറെ ഗ്ലൂവോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷൂസിൽ ഹെവി ബീഡ്സ് വർക്കൊക്കെ ഇനിയും ചെയ്യാം. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാർട്ടിയും വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ കാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ഷൂസും കിട്ടും. ഇനി ഇതുപോലെ തന്നെ 2 ഷൂസിൽ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത പാർട്ടി വെയറിന് മാച്ച് ആയിട്ടുള്ള 3 ആക്സസറീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.